ഹിദായത്തിൻ്റെ ഒരു കാരണമാണ്. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ്, ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ അവരുടെ ഹൃദയത്തിന് അല്ലാഹു മാർഗദർശനം നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. രണ്ടാമത്തേത് ഈമാനാണ്. മൂന്നാമത്തേത് അത്തൗബത്തു വൽ ഇനാബ, അല്ലാഹുവിലേക്ക് മടങ്ങലാണ്, തൗബ ചെയ്യലാണ്. തൗബ ചെയ്യുമ്പോൾ ഹിദായത്ത് വർദ്ധിക്കും. തൗബ ചെയ്യുന്നവരുടെ ഖൽബ് വളരെ ശുദ്ധമാണ്. പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് കരഞ്ഞ്, റബ്ബേ, ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ നിന്നോട് മാപ്പിരക്കുന്നു തമ്പുരാനെ, ഇനി ഒരിക്കലും ആ തിന്മകളിലേക്ക് ഞാൻ പോകില്ല റബ്ബേ എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ വാക്ക് കൊടുത്ത് കരഞ്ഞ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമ്മതിച്ച് തൗബ ചെയ്ത് മടങ്ങി വരുന്ന ഒരാൾ, ആ മനുഷ്യൻ്റെ ഖൽബിന് അള്ളാഹു ഒരുപാട് നന്മകളിലേക്കുള്ള ഹിദായത്ത് കൊടുക്കും. അത് ഹിദായത്തിൻ്റെ ഒരു കാരണമാണ്. നാലാമത്തേത് വിശുദ്ധമായ ഖുർആൻ ഓതലാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, വിശുദ്ധമായ ഖുർആൻ നിങ്ങളെ നേരായ വഴിയിലേക്കാണ് വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ പാരായണം ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. ഒരു പേജെങ്കിലും ഒരു ദിവസം മിനിമം ഒരു ജുസ് കഴിയുന്നവർ അത്ര, അല്ലെങ്കിൽ അതിൽ കുറവോ കൂടുതലോ. അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധപ്പെടാതെ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത് വലിയ നഷ്ടമാണ്. അള്ളാഹു അവൻ്റെ കലാമുമായി അടുത്ത് ഇടപഴകാനും ധാരാളം അത് ഓതാനും അറിയാനും പഠിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. قد جاءكم رسولنا يبين لكم كثيرا مما كنتم تخفون من الكتاب ويعفو عن كثير قد جاءكم من الله نور وكتاب مبين يهدي به الله من اتبع رضوانه سبل السلام